السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يعلم تأويله إلا الله والراسخون في العلم يقولون إلى آخر الآية صدق الله العلي العظيم. ബഹുമാന്യരെ, വിശുദ്ധ ഖുർആൻ അത് തിരിയാൻ വേണ്ടി ഇറക്കപ്പെട്ടതാണ്. തിരിയണം. എന്താണ് തിരിയാനുള്ള മാർഗം? തഫ്സീർ, തഅ്വീൽ, ഇതാണ് മാർഗം. തഫ്സീർ, തഅ്വീൽ തമ്മിലെന്താണ് വ്യത്യാസം? നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇസ്ഫാർ എന്താണ് നമ്മൾ അർത്ഥം പഠിച്ചിട്ടുള്ളത്? തട്ടൊപ്പം വെളുക്കുക. സുബഹിൻ്റെ നേരത്തുള്ള ഒരു വെളിച്ചം വെക്കലിനാണ് ഇസ്ഫാർ എന്ന് പറയുന്നത്. എന്നാൽ ഫസറ, തഫ്സീർ, ഇവിടെ ഉള്ള സംഗതിയെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന വെളിച്ചം വെക്കലാണുള്ളത്. അപ്പോൾ തഅ്വീലോ? തഅ്വീൽ എന്ന് പറഞ്ഞാൽ വഴിതിരിച്ചുവിടൽ. അതാണ് തഅ്വീൽ. തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളതിനെ വെളിച്ചം വെപ്പിക്കുകയാണ്. ഫസ്സറ യുഫസ്സിറു, ഫസറ, സഫറ, അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും വരുന്നത് ഒരേ അർത്ഥത്തിലാണ്. ഉള്ളതൊന്നുകൂടി തെളിയിച്ചു കാട്ടിക്കുക, വെളിച്ചം വെപ്പിക്കുക. തഅ്വീൽ എന്ന് പറഞ്ഞാൽ ആലയ ഊലു ഔലെന്ന് വരുന്നതാണ്. കുടുങ്ങുന്ന നേരത്ത് കയറിയിരിക്കുന്നതിനെയാണ് മആല് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ രണ്ട് പ്രവണതയെയും അവതരിപ്പിക്കുന്നുണ്ടോ? ഒരായത്തിൽ കാണാം, വഅഹ്സന തഫ്സീറ, ഒരു വിഷയം പറഞ്ഞതിൻ്റെ പൂരണമായി ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ തഫ്സീർ എന്ന് പറയുന്ന ആ പദം ഖുർആനിലുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തവണ പ്രയോഗിച്ചിട്ടുണ്ട് തഅ്വീൽ എന്ന പദത്തെ. ലാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്നുള്ളത് മാത്രമല്ല, പല സമയത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒരേ ഉദ്ദേശത്തിനല്ല എങ്കിലും ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഖുർആനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തഅ്വീൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വഴി തിരിച്ചുവിടലാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, ഖുർആനിക പദങ്ങളെ നാം എന്തിനാണ് വഴിതിരിച്ചു വിടുന്നത്? അതൊരു കടുത്ത പാതകമല്ലയോ? അതൊരു കടുത്ത പാതകമല്ലയോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് 2 സൈസ് ആയത്തുകൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്നിൻ്റെ പേര് മുഹ്കം, രണ്ടാമത്തിൻ്റെ പേര് മാ തശാബഹ മിൻഹു മുതശാബിഹ്. ആ മുതശാബിഹിൻ്റെ സ്വഭാവം അള്ളാഹു തന്നെ പറയുകയാണ്, ലാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽം യഖൂലൂൻ. അപ്പോൾ അപ്പുറത്ത് മുഹ്കമുണ്ട് എന്നവൻ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ആ പറച്ചിൽ കേൾക്കുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പത്തിന് വകുപ്പില്ല. അത്രയ്ക്ക് സുവ്യക്തമാണ് അവതരണം. എന്നാലോ ഖുർആനിൽ പെട്ടതാണ് ഒരൈറ്റംസ് മാ തശാബഹ. തശാബഹ എന്ന് പറയുന്നത് എന്താ? തഫാല ബാബാണ്. അവിടെ നിന്നും ഇവിടെ നിന്നും ഇരുവശത്തു നിന്നും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കയറി വരികയാണ് അവ്യക്തത, ശുബ്ഹത്ത് കയറി വരികയാണ്, അഥവാ തനാസുൾ കയറി വരികയാണ്, തർക്കം കയറി വരികയാണ്. അങ്ങനെ തർക്കം കയറി വരുന്ന ഒരു കൂട്ടം ആയത്തുകൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ സ്വാഭാവികമായും എന്തു വേണ്ടി വരും? ഈ മുതശാബിഹിന് ഒരു പരിണിതി വേണമല്ലോ, ഒരു കര പറ്റണ്ടേ? അപ്പോൾ അള്ളാഹു തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് കരപറ്റാം. ഫൈൻ തനാസഅ്തും ഫീ ശൈ, നിക്കറയാണ് ഫീ ശൈ. മസലയിൽ മാത്രമല്ല, എൻ്റെ ഖുർആൻ വാക്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ അർത്ഥം പറയുന്നിടത്ത് നിങ്ങൾക്ക് തശാബുഹ് വന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കൊണ്ടിരിക്കുന്നൊരവസ്ഥ വന്നാൽ, ഫർദുഹു, നിങ്ങൾ ആ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി എവിടേക്ക് തന്നെ പോകണം? ഇലല്ലാഹി വ റസൂലിഹി. അതിന് നിങ്ങൾ മുഹ്കമായ ആയത്തുകളിലേക്കും മുഹ്കമായ ഹദീസുകളിലേക്കും പൊയ്ക്കൊള്ളണം. മുതശാബിഹ് വന്നാൽ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ മുഹ്കമായ ആയത്തിലേക്ക്, അതാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, റസൂലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ മുഹ്കമായ ഹദീസിലേക്കും മടങ്ങുക. മുതശാബിഹിനെ മുഹ്കമിലിട്ടുകൊണ്ട് ആട്ടിയെടുക്കണം, വാട്ടിയെടുക്കണം. അപ്പോൾ പ്രശ്നം തീരും. എന്നല്ലാതെ നിങ്ങളുടെ വക അതിന്മേൽ നിങ്ങളായി ഒന്നും ഇറക്കി വെക്കരുത്. ഇങ്ങനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ മുഹ്കമായ ആയത്തിലേക്കും മുഹ്കമായ ഹദീസിലേക്കും തിരിച്ചുവിടുക എന്നതിൻ്റെ പേരാണ് ഈ പറഞ്ഞ വഴിതിരിച്ചുവിടൽ. എന്തുകൊണ്ട് വഴിതിരിച്ചുവിടുന്നു? ഒരു പദത്തിന് മൗളൂലഹുവായ അർത്ഥം കൊടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അവിടെയാണ് കുഴപ്പം വരുന്നത്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. ഒരായത്താണ്. ഈ ആയത്തിൽ യസ്അദു എന്നൊരു വേർഡ്, യർഫഉ എന്ന് പറയുന്നൊരു വേർഡ്, ഈ 2 വേർഡും ഇലൈഹി എന്ന് പറയുന്നത് അപ്പുറത്തുണ്ടാവുകയാൽ മുതശാബിഹായി കിടക്കുകയാണ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു. എന്തുകൊണ്ടാണ് അത് ഇലൈഹി അപ്പുറത്തുണ്ടാകുമ്പോൾ മുതശാബിഹാകുന്നത്? യസ്അദു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ മൗളൂലഹുവായ അർത്ഥം സ്വയം ജമ്പ് ചെയ്യുന്നു എന്നാണ്. സ്വയം എഴുന്നേറ്റ് പോകുന്നു, പൊങ്ങിപ്പോകുന്നു. ആ മൗളൂലഹുവായ അർത്ഥം കൊടുത്താൽ എന്ത് സംഭവിക്കും? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏതെങ്കിലും മുക്കിൽ നിന്ന് ഒരുത്തൻ പറഞ്ഞാൽ ആ ശബ്ദതരങ്ങളാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വയം ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്വയം ജമ്പ് ചെയ്യുമെങ്കിലോ ജാക്കി വെച്ച് പൊക്കണം.
എന്ത് സ്വാലിഹായ അമൽ അത് സ്വയം ജമ്പ് ചെയ്യൂല. വൽ അമലു സ്വാലിഹു, സ്വാലിഹായ അമൽ യർഫഉഹു, അത് അള്ള ജാക്കി വെക്കുമ്പോൾ പൊക്കുകയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു കലിമത്തും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് 1000 രൂപ സംഭാവന കൊടുക്കുക എന്ന സ്വാലിഹായ അമലും പൊങ്ങുന്നതിൽ ഒന്നിന് ജാക്കി, മറ്റേത് സ്വയമേവ. എന്താ വ്യത്യാസം? എന്നാലോ രണ്ടും പോകുന്നതാണെങ്കിലോ ജിഹത്ത് തെരഞ്ഞിട്ടാണ്. ഇലൈഹി, അള്ള എവിടെയുണ്ടോ ആ ഉള്ള ഭാഗത്തേക്ക് ഇങ്ങനെ തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൗദൂലഹുവായ അർത്ഥം വെക്കുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടല്ലോ എന്ന് ഒരു കക്ഷി പറയും. വേറൊരു കക്ഷി പറയും എന്ത്? ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എങ്കിൽ അത് സുഴൂദൻ യലീഖു ബിഹി ലാ നഅരിഫു കൈഫിയത്തഹു സോൾവ് ചെയ്യാം. യർഫഉ എന്ന് പറഞ്ഞത് കാണുമ്പോൾ അത് റഫുൻ ലായിഖും ബിഹി ലാ നഅലമു കൈഫിയത്തഹു എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാം. അതായിരിക്കും ഒരു വിഭാഗത്തിന് പറയാനുണ്ടാകും. അങ്ങനെ അവർ റഫ് എന്ന് തന്നെ അർത്ഥം കൊടുക്കാൻ തീരുമാനിക്കുന്നു. മൗദൂലഹുവായ അർത്ഥം തന്നെ, അർത്ഥത്തിനൊന്നും ഒരു കേടുമില്ല. വഴിതിരിച്ചു വിടരുത്. റഫിന് മറ്റൊന്നിലേക്ക് വഴിതിരിച്ചു വിടരുത്. റഫിന് റഫ് എന്ന് തന്നെയും സുഴൂദിന് സുഴൂദ് എന്ന മൗദൂലഹുവായ അർത്ഥം തന്നെയും കൊടുത്തുകൊണ്ട് ലാ നഅലമു കൈഫിയത്തഹു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നാണ് അവർ പറയുക. ഒരു വിഭാഗം പറയുക. മറ്റൊരു വിഭാഗം എന്തു പറയും? അതങ്ങനെ മൗദൂലഹുവായ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വളിഴ് ചെയ്ത അർത്ഥം എന്താണ്? ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മക്കാനിൽ നിന്ന് മറ്റൊരു മക്കാനിലേക്ക് ചേഞ്ചിങ് ആണ്, ട്രാവലാണ്. റഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ലിഫ്റ്റിംഗ് ആണ്. ഇനി അതിൻ്റെ കൈഫിയത്ത് നമുക്ക് തിരിയൂല എന്ന് പറഞ്ഞാലും മൗദൂലഹുവായ അർത്ഥമായി തന്നെ ഇവിടെ കിടക്കുകയല്ലേ. അള്ളാഹിനോട് യോജിക്കായ്മയുണ്ടല്ലോ എന്ന് മറുഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തനാസുവായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അപ്പം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഈ സുഴൂദിൻ്റെ അർത്ഥം തിരിയാനും റഫിൻ്റെ അർത്ഥം തിരിയാനും നിങ്ങൾ ഖുർആനിലേക്ക് തന്നെ മടങ്ങുക. അവസാനം മുഹ്കമായ ഒരായത്ത് ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് പരിഹാരം കാണും. മുഹ്കമായ ആയത്തിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ എന്ത് കിട്ടും? ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് കിട്ടും. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുള്ളത് മുഹ്കമാണ്, മുതശാബിഹല്ല. ആർക്കും അതിൽ ഒരു ഖഫായില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്താ അർത്ഥം? അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി ഓക്കെ. ഇതാണല്ലോ ലൈസ കമിസ്ലിഹി ഷൈഉൻ്റെ അർത്ഥം. ലൈസ മുഖാലഫത്തുൻ ലിൽ ഹവാദിസ്. ഇനിയും മറ്റൊരു മുഹ്കമിലേക്ക് റുദ്ദൂഹു, ഈ പ്രോബ്ലം അങ്ങോട്ട് എടുക്കുക, ഈ പ്രശ്നം പരിഹരിക്കാൻ മുഹ്കമിലേക്ക് തന്നെ പോവുക. അപ്പോഴെന്ത് കിട്ടും? വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന മറ്റൊരു അത്താണി കൂടി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം എന്ത് മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ജിഹത്ത് ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ്റെ അർത്ഥമല്ലേ ജിഹത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഹാദിസിന് ഉണ്ടാകാവുന്ന വിശേഷണമാണ്. അള്ളാഹുവിന് അത്തരം ഒരു വിശേഷണമില്ല. മുകളിൽ, താഴെ, മുന്നിൽ, പിന്നിൽ എന്നിങ്ങനെയുള്ള ഒരു ജിഹത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തസവ്വുറാകുന്നേ ഇല്ല എന്ന് അണാപ്പായി തീർത്തങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ യർഫഉ എന്നതിന് നമുക്ക് കൈഫിയത്ത് തിരിയില്ലെങ്കിലും ജമ്പിങ് എന്ന് പിന്നെ എങ്ങനെയാണ് അർത്ഥം വെക്കുക? കാരണം ജമ്പിങ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൊങ്ങുക എന്നതാണ് വളി ചെയ്തിട്ടുള്ള അർത്ഥം. അപ്പോൾ മൗദൂലഹു ആ അർത്ഥം കൊടുക്കാൻ ഒരു നിലക്കും ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിലേക്ക് നാം പോകുമ്പോൾ കഴിയാതെ വരുന്നു. ഈ കഴിയാതെ വരുന്ന അവസരത്തിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു പദത്തെ തിരിഞ്ഞില്ല എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നതിനേക്കാൾ
കരണീയം എന്തു ചെയ്യലാണ്? തിരിഞ്ഞുകൊണ്ട് തന്നെ പോവലാണ്. തിരിഞ്ഞിട്ട് സ്ഥലം വിട്ടാൽ മതി, തിരിഞ്ഞിട്ട് തന്നെ സ്ഥലം വിട്ടാൽ മതി. അവിടെ എത്തുമ്പോഴാണ് വർത്തമാനകാലത്തും കുറഞ്ഞ കാലം മുമ്പും ഖലഫുകൾ തീരുമാനിച്ചു നമ്മൾ തിരിഞ്ഞുകൊണ്ട് തന്നെ പോവുക. സലഫ് അല്ലാഹു അലം എന്നുള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടു, അവരുടെ ഈമാനിൻ്റെ ശക്തി കൊണ്ട്. ഇന്നല്ലയോ കുത്തുവാക്കുകൾ വരുന്നത്, നിഷേധികൾ വരുന്നത്. അപ്പോൾ തിരിഞ്ഞിട്ട് തന്നെ പോയാൽ മതി. ഒരു കാര്യം ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്? ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു എന്ന് പറയുന്ന യസ്അദൂന് നമ്മൾ ഒന്ന് വഴിതിരിച്ചു വിടുക. അള്ളാഹുവിൻ്റെ ജലാലത്തിനോട് ഫിറ്റാകുന്ന രൂപത്തിലൊന്ന് വഴിതിരിച്ചു വിടുക. തവീൽ എന്താണ് ഫിറ്റാകുന്നത്? ലാസിം മഅന. എന്താണ് ലാസിം മഅന? ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു എന്നതിൻ്റെ മൗളൂലഹുവായ മഅനയുടെ അസാന്നിധ്യത്തിൽ അതിൻ്റെ ലാസിം മഅന അങ്ങോട്ട് കൊടുക്കണം. ലാസിം മഅന കൊടുത്താൽ എന്ത് കിട്ടും? യഅലമുഹു. ഏത് പൊത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും അല്ലാഹു തആല അതറിയാതെ പോവില്ല. അത്ര മതി. യഅലമുഹു, അവനറിയും. പിന്നെ വല്ലമലു സ്വാലിഹു യർഫഹു. നോ, അവിടെ ലിഫ്റ്റൊന്നുമില്ല. ലിഫ്റ്റിൽ എന്തുണ്ടാകും? ഒരു മക്കാനിൽ നിന്ന് മറ്റൊരു മക്കാനിലേക്ക് നഖലുണ്ടാവും, ഇന്തിഖാലുണ്ടാവും. വേണ്ട, അത് വേണ്ട. അവിടെയും ലാസിം മഅന കൊടുക്കാം. എന്താണത്? വല്ലമലു സ്വാലിഹു, സുഹൃതങ്ങൾ, യർഫഉഹു യഖ്ബലുഹു, അല്ലാഹു അതിനെ കബൂൽ ചെയ്യുന്നതാണ്. ഈ കബൂൽ ചെയ്യുന്നതാണ് എന്ന മാറി വഴി തിരിച്ചു വിട്ടുകൊണ്ടുള്ള അർത്ഥം കൊടുത്താൽ അള്ളാഹുവിൻ്റെ ജലാലത്തിന് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇടിച്ചു താഴ്ത്തലുണ്ടോ? ഇല്ല. മുഖാലിഫത്തുൽ ഹവാദിസി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു സിഫത്തിന് എന്തെങ്കിലും കോട്ടം പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പടച്ച റബ്ബാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? തഅ്വീൽ ചെയ്യണം. ഏതാണ്? റുദ്ദൂഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഅ്വീൽ ചെയ്യണമെന്നാണ് അർത്ഥം. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു മുതശാബിഹായ ആയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കടിച്ചാൽ നിങ്ങളുടെ വഴക്കന്മേൽ നിങ്ങൾ നിൽക്കരുത്. ഫറുദ്ദൂഹു, ത്രൂ വിടുക. എങ്ങോട്ട് വിടുക? ഇലല്ലാഹ്, തൊട്ടപ്പുറത്ത് അള്ളാഹു തന്നെ ഇതിന് ചേരുന്ന ഒരു ഫാക്റ്റ് അവൻ പറഞ്ഞു വെച്ചതുണ്ടാകും ആയത്ത് മുഹ്കമായിട്ട്. അതിലേക്കൊന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുക. റസൂലി, റസൂലുള്ളാഹി തങ്ങളും ഈ മുഹ്കമായ ഭാഷയിൽ പറഞ്ഞു വെച്ച ചില ഫാക്റ്റുകളുണ്ടാവും. ആ ഫാക്റ്റിനോട് ഇതിനെ നിങ്ങൾ തിരിച്ചു വിടുക എന്നാണ് ആ റുദ്ദുഹു എന്ന് പറയുന്നത് അർത്ഥം. അപ്പോൾ ചില സമയത്ത് തഅ്വീൽ എന്ന് പറയുന്നത് അനിവാര്യമായിത്തീരുന്നു. തീർന്നില്ല. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, നിങ്ങളൊരു ഖുദ്സിയായ ഹദീസ് കാണുകയാണ്, അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ തർക്കിക്കുകയാണ്. എന്താണ് ഖുദ്സിയായ ഹദീസ്? മഹ്ശറിലെത്തുന്ന അവസരത്തിൽ പടച്ച റബ്ബ് മനുഷ്യരോട് ചോദിക്കുന്നു, ആശാനെ മരീൽത്തു, ഞാൻ എന്തർത്ഥം വെക്കും? മൗദൂലഹു വെക്കുക. അപ്പോൾ തൽക്കാലം തർക്കം മൂക്കട്ടെ. മരീൽത്തു, ഞാൻ രോഗിയായി. ഫലം തഴൂത് നീ എന്നെ വന്ന് കണ്ടില്ലല്ലോ ആശാനെ. എന്തായിരിക്കും തർക്കിക്കുന്ന കൂട്ടർ, അതായത് ഇബ്നു തൈമിയ്യ തുടങ്ങിയ ആളുകൾ എന്തു പറയും? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കലാമിനെ അതിൻ്റെ ലാഹിറിൽ നിന്ന് തെറിപ്പിക്കാൻ പാടില്ല, വഴി തിരിച്ചു വിടാൻ പാടില്ല, മൗദൂലഹുവായ അർത്ഥം തന്നെ കൊടുക്കണം. അപ്പം എങ്ങനെ കൊടുക്കുക? ഇബ്നു തൈമിയ്യ പറയും, അതായത് മരിൽത്തു മറലൻ യലീഖു ബിഹി ലാ നഅലമു കൈഫിയത്തഹു. അള്ളാഹു തആല കിടക്കാൻ സുഖേടായി കിടന്നു, പക്ഷേ അതെങ്ങനെയാണ് കിടപ്പ്? കവുന്നിട്ടാണോ മലർന്നിട്ടാണോ ചെരിഞ്ഞിട്ടാണോ അതൊന്നും ഇപ്പം നമുക്കറിയില്ല. ICUലായിരുന്നോ അല്ല പുറത്തായിരുന്നോ അതൊന്നും അറിയില്ല. ഏതായാലും മരിൽത്തു എന്നത് ശരിയാണ്, അത് മൗദൂലഹു അർത്ഥം തന്നെ. പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വലിയ തർക്കമായില്ലേ?
പ്രശ്നത്തെ അല്ലാഹു തആല വേഗം പരിഹാരം കാണുന്നു. റുദ്ദൂഹു, നിങ്ങൾ അതിനെ മടക്കുക. എങ്ങോട്ട് മടക്കുക? മുഹ്കമായ ആയത്തിലേക്ക് മടക്കുക. മുഹ്കമായ ആയത്തിൽ വന്നാൽ എന്തുണ്ടാകും? ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുണ്ടാകും. എന്താണ് ഹാദിസിൻ്റെ സ്വഭാവം? മറല്, സിഹത്ത്, അത് രണ്ടും ഹാദിസിൻ്റെതാണ്. അതിനോട് മുഖാലഫത്ത് വേണം. അപ്പോൾ മരിയൽത്തൂൻ എന്തർത്ഥം വെക്കാൻ പറ്റൂല, മൗദൂല് വെക്കാൻ പറ്റൂല. എന്നാൽ ഒന്ന് രക്ഷപ്പെടണം. അതിനുള്ള മാർഗമാണ് എന്ത്? മരിയൽത്തൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് മജാസിയായ അർത്ഥമാകുന്നു, ഹഖീഖിയായ അർത്ഥമല്ല. ഹഖീഖിയായ അർത്ഥം എന്നുള്ളത് അല്ലാഹു തആല അത് പറയുന്ന അവസരത്തിൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ എന്താണ് അതിൻ്റെ മജാസിയായിട്ടുള്ള അർത്ഥം? അത് നിൻ്റെ ഭാഗത്ത് നിന്ന് സന്ദർശിക്കാൻ പോവുക എന്നത് ഉണ്ടാകുന്നത് എവിടെയാ? അത് നിൻ്റെ അയൽവാസിയുടെ കാര്യത്തിലാണ്, നിൻ്റെ സുഹൃത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പം ഞാൻ സൂക്കേടുകാരനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴിതിരിച്ചുവിടൽ യഅനി മരിള അബ്ദുല്ലി, എൻ്റെ ഒരു വേണ്ടപ്പെട്ടവൻ സൂക്കേടായി കിടന്നു. ഇതാണ് അവിടുത്തെ മജാസിയായ അർത്ഥം. അള്ളാഹുവിലേക്ക് ചേർത്തു രോഗത്തെ, പക്ഷേ അള്ളാഹുവിലേക്കല്ല ചേർക്കാൻ ഉദ്ദേശിച്ചുള്ളത്, മറിച്ച് അയൽവാസിയിലേക്കാണ്. അയൽവാസിയിലേക്ക് ചേർക്കേണ്ടതിന് പകരം അള്ളാഹുവിലേക്ക് ചേർത്ത ഒരു മജാസിയായ പ്രയോഗമാണ്. അപ്പം മരിൽത്തു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം വെച്ച് കൊള്ളണം? എൻ്റെ ഒരു ദാസൻ അസുഖമായി കിടന്നു, നീ സന്ദർശിച്ചില്ല. എന്നെ സന്ദർശിച്ചില്ല എന്ന് വെച്ചാൽ എൻ്റെ ദാസനെ നീ സന്ദർശിച്ചില്ല. ഇങ്ങനെ വഴിതിരിച്ച് വിടണം. അല്ലാതെ എന്ത് പറയല്ല വേണ്ടത്? പറയേണ്ടത് അതിൻ്റെ മൗദൂലഹുവായ അർത്ഥം തന്നെ കൊടുക്കുക. മറല്ലൻ യലീഖു ബിഹി ലാ നഅലമു കൈഫിയത്തഹു. ഇത് എന്ന് പറയുന്നത് സത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇകഴ്ത്തിക്കാട്ടലാണ്. തൗഹീദല്ല അവിടെ വരുന്നത്, മറിച്ച് എന്താ വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഇഹ്തിഖാറാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് എന്ത്? തഫ്സീർ എന്ന് പറയുന്ന ഒരു പ്രക്രിയയും ആവശ്യമാണ്, തഅ്വീൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയും ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ആവശ്യകതയുടെ മറവിൽ ഇവിടെ ധാരാളം അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. തഅ്വീൽ വേണമെന്ന് പറയുമ്പോൾ ആ തഅ്വീൽ എങ്ങനെയായിരിക്കണം? റുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആയത്തിനെയും ഹദീസിനെയും കേന്ദ്രബിന്ദുവാക്കി അഥവാ മുഹ്കമിനെ കേന്ദ്രബിന്ദുവാക്കി കൊണ്ട് മാത്രമേ വഴി തിരിച്ചു വിടാൻ പറ്റുള്ളൂ. എന്നല്ലാതെ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചോ അവൻ്റെ ചിന്തക്കനുസരിച്ചോ വല്ല വ്യാഖ്യാനവും കൊടുക്കുമ്പോഴാണ് അത് വലിയ അബദ്ധത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അറബ് ലോകത്ത്, നമ്മുടെ അജമി ലോകത്ത് ഖുർആന് കൊണ്ട് പന്ത് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ പന്ത് കളി അറബ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവും പകലും കിടന്ന് പന്താടുകയാണ്. ഈജിപ്തിൽ കുറേ പറയാം ബുദ്ധിജീവി ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധിജീവി വേഷം കെട്ടിയിട്ടുള്ള സാക്ഷാൽ ഫസാദിൻ്റെ ആളുകൾ ഒരു പറ്റം പേര് കിടന്നുകൊണ്ട് പന്താടുകയാണ്. ലബനാനിൽ ഉണ്ട്, സാക്ഷാൽ സൗദി അറേബ്യ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അവരവർ പഠിച്ചിട്ടുള്ള കോളേജുകളിൽ നിന്ന് PGയും അതിൻ്റെ അപ്പുറവുമുള്ള ബിരുദം കിട്ടിയതിൻ്റെ മറ വെച്ചുകൊണ്ടാണ് തഅ്വീലുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുർആനിലേക്കും ഹദീസിലേക്കും വല്ല വാക്കുകൾക്കും തിരിയായ്മ വന്നാൽ അള്ളാഹുവും റസൂലും എന്താണോ മുഹ്കമായത് പറഞ്ഞു വച്ചിട്ടുള്ളത് അതിലേക്ക് മടങ്ങണം എന്ന് ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട്
എൻ്റെ മനസ്സിൽ ആദ്യമേ ഒരു ചിത്രം ഞാനിങ്ങ് വരയ്ക്കുകയാണ്. എന്താണ് ഞാൻ വരയ്ക്കുന്നത്? എനിക്ക് ഒരു സിമ്പതി നേടിയെടുക്കണം. എവിടെ? സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ, ഒരു സാമൂഹ്യ തായുഷ് കൂട്ടായ്മ ജീവിതത്തിൽ സിമ്പതി ആർജിച്ചെടുക്കണം. അതിന് അനുസൃതമായ രൂപത്തിൽ ഖുർആനിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല വെള്ള ചമയണം എന്ന ആഗ്രഹത്തോടുകൂടെ തെവീൽ തുടങ്ങിയ ആളുകൾ അറബി ലോകത്തുണ്ട്. എന്നിട്ട് അവർ പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഒരിക്കലും തന്നെ അതിൻ്റെ അർത്ഥം എന്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വിലപ്പോകുന്ന മതം ഇസ്ലാം ദീനാണ് എന്ന് ആ വാക്കിന് ഒരിക്കലും അർത്ഥമില്ല. കാരണം അതൊരു ബഹുസ്വര സമൂഹത്തിൽ മിണ്ടിപ്പോകാൻ പാടില്ലാത്ത വർത്തമാനമാണ്. എങ്ങനെയത് പറയുക? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമിന് മാത്രമേ അംഗീകാരമുള്ളൂ, മറ്റുള്ളതൊക്കെ ഔട്ടാണ് എന്ന് ഒരു തായിഷ് ലൈഫിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരർത്ഥത്തിലേക്ക് അതിനെ തിരിച്ചുവിടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഇസ്ലാമു അൻ തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇഖാമത്തുസ് സ്വലാത്ത്. റസൂലുള്ളാഹിയിലേക്കൊക്കെ തിരിച്ചുവിടൽ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരാവശ്യകതയിലേക്കാണ് തിരിച്ചുവിടേണ്ടത്. അപ്പോൾ ആവശ്യകതയിലേക്ക് തിരിച്ചുവിട്ടത് എന്താ? ഒരാൾ കണ്ടുപിടിക്കുകയാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഏതിലൂടെ തടിച്ചു കൊഴുത്ത വേടാണ്. അത് സലമ് സിൽമ് എന്നതിൽ നിന്ന് തടിച്ചു കൊഴുത്തതാണ് അല്ലേ? സുലാസി മസീദാകുന്നത് സുലാസി മുജറദ് കഴിഞ്ഞിട്ടല്ലേ? സലമ് സിൽമ് എന്നൊക്കെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അത് തോക്ക് താഴെ വയ്ക്കുക, അതിനെയാണ് സലമ് എന്ന് പറയുക. പട്ടാളം തോക്ക് തല തിരിച്ചു പിടിക്കുന്നതിനാണ് സിൽമ് എന്ന് പറയുക. ആ യുദ്ധോപകരണങ്ങൾ തിരിച്ചു പിടിക്കുക, തിരിച്ചു വെക്കുക എന്ന് പറയുന്ന സലമ് സിൽമ് കൊഴുത്തതാണ് ഇസ്ലാം. അപ്പോൾ ഇന്നദ്ദീന ഇൻദല്ലാഹ്, ഗോഡിൻ്റെ അരികിൽ അംഗീകൃതമായ ഒരു മതമുണ്ടെങ്കിൽ അത് അൽ ഇസ്ലാം. അത് സമാധാന കാംക്ഷയാണ്, യുദ്ധമില്ലായ്മയാണ്, അറ്റാക്കില്ലായ്മയാണ്. എല്ലാ ആയുധങ്ങളും അത് മടയിലേക്ക് വെക്കുക, അങ്ങനെ സലമ് സൃഷ്ടിക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദീനെന്ന് പറയുന്നത്. ആരെല്ലാം എവിടെയെല്ലാം ആയുധത്തെപ്പറ്റി ചിന്തിക്കുന്നോ ആ ചിന്തിക്കുന്നതെല്ലാം തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ബദ്രൂഹുദൊക്കെ അതൊക്കെ ഹല്ലിവല്ലി ചോദിക്കരുത്, അങ്ങോട്ടൊന്നും പോകരുത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഈജിപ്തിലാണ് ജീവിക്കുന്നത്, നാം ലെബനോണിലാണ് ജീവിക്കുന്നത്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൗമ്, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൗമ്. ഈ കൗമിൻ്റെ ഇടയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പാർലമെൻറ്റാണ് നമുക്കുള്ളത്. ആ പാർലമെൻറ്റിൽ ഈ ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ജൂതന്മാർ ഇത്ര പേരുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇത്ര പേരുണ്ട്, അറബ് സംസാരിക്കുന്ന ഇത്ര പേരുണ്ട്. ഇവരെല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയിലാണ് നമ്മുടെ പാർലമെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പുറത്തും നമ്മൾ അതേ ഒരു ജീവിതം ജീവിക്കുന്നവരാണെന്ന് ഓർമ്മ വേണം. ആയതുകൊണ്ട് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, യുദ്ധക്കൊതിയോട് രാജിയാവുക, അതാണ്. എന്നിട്ടർത്ഥം വെക്കുക, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. ആരെങ്കിലും ആയുധത്തെക്കുറിച്ച് ചിന്തിച്ചു പോയാൽ, അല്ലേ? ഗൈറൽ ഇസ്ലാമി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആയുധം താഴെ വെക്കലാണ്. അപ്പോൾ ഗൈറൽ ഇസ്ലാം എന്ന് പറഞ്ഞ അർത്ഥം എന്തായി? ആയുധത്തെക്കുറിച്ചെങ്ങാനും വല്ല ഭാഗത്തു നിന്നും ചിന്തിച്ചു പോയാൽ ഫലൻ യുഖ്ബല മിൻഹു, അയാൾക്ക് രക്ഷയില്ല, അയാൾ എന്നത് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. ഇത് ഇന്ന് സർവ്വവ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് എന്തു വേണ്ടി വരും? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകളെ വെട്ടിക്കളയേണ്ടി വരും. സൂറത്തുൽ അംഫാൽ കംപ്ലീറ്റ് വെട്ടണം.
വെട്ടിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഏതായാലും ഇതൊന്ന് കലക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പിന്നെ കുറേ വെട്ടിപ്പോകുന്നതിന് എന്താ കുഴപ്പം? അവിടെയാണ് നമ്മൾ വീണ്ടും മടങ്ങിച്ചെല്ലുന്നത്. നേരത്തെ നാം ഇബ്നു തൈമിയ തുടങ്ങിയ ആളുകൾ അള്ളാഹുവിൻ്റെ കലാമിനെ ലാഹിർ അർത്ഥം വെക്കാൻ പറ്റാത്തിടത്ത് അവരെ നാം കൈപിടിച്ച് കൊണ്ടുപോയി, കൂട്ടരെ നിങ്ങൾ തഅ്വീലിലേക്ക് വരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നാം എന്താ ചെയ്യുന്നത്? തഅ്വീലിൻ്റെ വാതിൽ തുറന്നത് കണ്ട മാത്രയിൽ അവനവന് തോന്നിയ പോലെ വഴിതിരിച്ചു വിടുകയാണ്. ഇസ്ലാം എന്ന പദത്തെ വഴിതിരിച്ചു വിട്ടതുപോലെ തന്നെ ഈമാനും പോലും വഴിതിരിച്ചു വിടലുണ്ടാകുന്നുണ്ട്, എല്ലാ പദങ്ങളിലും വഴിതിരിച്ചൽ വിടലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ സ്റ്റോപ്പ് പറയും, അത് പാടില്ല. കാരണം ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, മുഹ്കമായ ആയത്തിൻ്റെയും മുഹ്കമായ ഹദീസിൻ്റെയും ചുവട് പിടിച്ചുകൊണ്ട് മാത്രമേ വഴിതിരിച്ചു വിടാൻ പാടുള്ളൂ. പൂർണ്ണ സർവതന്ത്ര സ്വാതന്ത്ര്യം ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല. അപ്പോൾ എനിക്കും നിങ്ങൾക്കും പാടുണ്ടോ? ഇല്ല, നമുക്കാർക്കും പാടില്ല. നമ്മുടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ തഫ്സീറുകളും ആ മുഫസ്സിറുകളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന നയം എന്താണ്? ഖുർആനിനെ അർത്ഥം മനസ്സിലാക്കാൻ ആദ്യം ഖുർആനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുക, രണ്ടാമത് ഹദീസിലേക്ക് തിരിച്ചു ചെല്ലുക. മൂന്നാമത് പറയുന്നത് എന്താണ്? മൂന്നാമത് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരം കൊടുക്കുക എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ. ഗുരു ശിഷ്യന് പ്രസാദം കൊടുക്കുക, വരം കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രക്രിയയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് വരം കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടോ? അങ്ങനെ നോക്കുന്ന അവസരത്തിൽ കാണുന്നയാളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ വരം കിട്ടിയ ആളുകളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ റസൂല് ദുആ നടത്തിക്കൊണ്ടിട്ടും അല്ലാതെയുമൊക്കെ ആ ആയത്തുകളെ അർത്ഥം പറയുന്നതിനുള്ള അവരുടെ യോഗ്യത സ്ഥാപിച്ചു നിലനിർത്തിയ മഹാന്മാരാണ്. അങ്ങനെയുള്ള സ്വഹാബത്തിൻ്റെ ഖൗലിലേക്ക് മടങ്ങുക എന്നതാണ് മൂന്നാമതായി ഇതിനുള്ള ഒരു പരിഹാരം. അതിനോട് ചേർന്നിട്ട് പിന്നെ എന്തൊക്കെ ചേർക്കാം? ലുഗത്ത്, ബലാഗത്ത്, അത് ഇത് എന്നൊക്കെ പറയുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൂട്ടാം. മെയിനായിട്ട് മറദ് ഏത് എന്ന് ചോദിച്ചാൽ മുഹ്കമായ ആയത്തും മുഹ്കമായ ഹദീസും പിന്നെ സ്വഹാബിമാർ എന്താണോ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് അത്. ആ രൂപത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് അറിയപ്പെട്ട എല്ലാ മുഫസ്സിറുകളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു വകുപ്പ് മാത്രമേ ഇന്നുള്ള ആളുകൾക്കുമുള്ളൂ. അതിനപ്പുറത്തേക്ക് ആര് തന്നെ കടന്നുപോയാലും അത് വലിയ ഒരു അപകടമുണ്ടാക്കി തീർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ കൊണ്ട് തട്ടിക്കളിക്കുക, പന്ത് കളിക്കുക എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചുമതല എന്താണ്? നമ്മുടെ ചുമതല നമ്മൾ ഖണ്ഡനമല്ല ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആരൊക്കെ എവിടെ നിന്നൊക്കെ തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കണ്ടുപിടിക്കലല്ല നമ്മുടെ ചുമതല. നമ്മുടെ ചുമതല ഇതാണ്. ആദ്യം ഫാത്തിഹ, ആദ്യം കാണുന്നത് അതാണല്ലോ. ഈ ഫാത്തിഹ എന്ന് പറയുന്നതിന് എന്താണ് ബൈളാവി ഇമാമ് തഫ്സീറാക്കിയത്? അതിനെ അദ്ദേഹത്തിൻ്റെ കണ്ണടയിൽ നമ്മളൊന്ന് ആദ്യം ഒപ്പിയെടുക്കുക. രണ്ടാമതായി ആ ഫാത്തിഹേനെ ഇമാം റാസി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതൊന്ന് ഒപ്പിയെടുക്കുക. മൂന്നാമതായി നാം തൊബരി എങ്ങനെയാകുന്നു അതിനെ കൈകാര്യം ചെയ്തത്, അതിനെ ഒപ്പിയെടുക്കുക. അങ്ങനെ അങ്ങ് പോയതിന് ശേഷം പിന്നെ നമ്മൾ അൽ ബഖറ 200-ലേറെ കിടക്കുന്ന ആ ഓരോ ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മിലേക്ക് തികട്ടി വരണം. ത്വലാഖിൻ്റെ വിഷയവും നിക്കാഹിൻ്റെ വിഷയവും ഇദ്ദൻ്റെ വിഷയവും തത്തുല്യമായ വിഷയങ്ങളും അടങ്ങുന്നത് കടന്നു പോകുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയാണ് ബൈളാവി ഇമാം അവിടെ ചൂണ്ടിക്കാണിച്ചത്, ഇമാം റാസി എന്തെല്ലാം ആണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്, ഇങ്ങനെ ആ മുഫസ്സിറുകൾ പറഞ്ഞു വെച്ചത് നമ്മിൽ ആദ്യം ഇരിപ്പുറപ്പിക്കുക. ഇത് ഇരിപ്പുറപ്പിച്ചതിന് ശേഷമായിരിക്കണം നമ്മെപ്പോലുള്ള ആളുകൾ ഈ പുറത്തു നിന്നുള്ള അപശബ്ദങ്ങളിലേക്ക് ചെവി കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ
ഇതിന് ഒരു ഇസ്തിഖ്റാർ വരാതെ, ഒരു സ്ഥിരത വരാതെ നാം പുറത്തുള്ളത് ആനക്കാര്യം, ഞാനൊരു പണ്ഡിതനല്ലേ, എനിക്ക് ഈ ജിഹ്വ അത് കണ്ടില്ല എന്ന് വെക്കാൻ എൻ്റെ നാവിന് പറ്റില്ലല്ലോ, ചെവിക്ക് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ പോയാൽ മെല്ലെ മെല്ലെ നാം കൂടി മുർത്താബ് ആയി മാറുക എന്നതായിരിക്കും സംഭവിക്കുക. ഒരു സംശയാലു എന്നിടത്തേക്ക് നാം എത്തിപ്പോവുക ചെയ്യുക. അതേ അവസരത്തിൽ ഇമാം ബൈളാവി എന്നവരും അതുപോലെ തന്നെ ഇമാം റാസിയും ഒരു ആയത്തിനെ അരക്കിട്ടുറപ്പിച്ചത് 2, 3, 4 തവണ ആ ആയത്തിനെ നമ്മൾ അരച്ച് കലക്കി കുടിച്ചതിന് ശേഷം ആണ് നമ്മൾ ഒരു ഈജിപ്തുകാരൻ്റെയോ അതല്ലെങ്കിൽ ഒരു ലെബനോൻകാരൻ്റെയോ ഒരു സൗദിയുടെയോ ഒരു പുത്തൻവാദമോ അതല്ലെങ്കിൽ നിരീശ്വരവാദമോ കണ്ടിട്ടുണ്ട് എങ്കിൽ കാണുന്ന മാത്രയിൽ നമുക്ക് ഓർമ്മ വരും. റാസിമാം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിവിടെ ശരിക്കും സൂട്ടാകുന്നതാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ മനസ്സതിനെ റിജക്റ്റ് ചെയ്യും, മുർത്താബാകാൻ അവിടെ സമയം കിട്ടുകയില്ല. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ളതിനെ അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈപ്പത്തിയിൽ ഉള്ളതിനെ ഒന്ന് നന്നായി പഠിക്കുക. ഇപ്പോൾ ബിരുദധാരികൾ എന്ന് പറയുന്ന ആളുകളോട് പോലും എന്താണ് അവരുടെ അനുഭവം? ബൈളാവി എന്ന് പറയുന്ന കിതാബിൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിനെയും ഹല്ല് ചെയ്തത് പേജോട് പേജ് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഖദ്റു സബക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പൂട്ട് അങ്ങോട്ട് പൂട്ടുന്നു. ആ പൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പരീക്ഷയ്ക്ക് എടുക്കുന്ന നിശ്ചയിക്കപ്പെട്ട വളരെ ചുരുങ്ങിയ പേജുകൾ ഇങ്ങനെ ചുരുങ്ങി 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 ഇങ്ങോട്ട് വരികയാണ്. ആ പേജുകളിൽ അവസാനത്തെ 1-2 രാപ്പകലുകളിൽ ഒന്ന് മുണ്ടുമാറ്റി എന്നതൊഴിച്ചാൽ ഏതെങ്കിലും ഒരു ഒരു ആയത്തിനോട് ശരിക്കും തഫ്സീറുപരമായ നീതി പുലർത്തി ഒപ്പിയെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല. ആളുകളുടെ ധൃതി മുഴുവനും എന്താ? ഔട്ട് ശ്രദ്ധിക്കലാണ്, പുറത്തെന്ത് പറ്റുന്നു അത് ശ്രദ്ധിക്കലാണ്. ഇന്ന് അങ്ങനെ തന്നെ അവിടെ മൂടി വെക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് കടന്ന് ഹൈറാനിയത്ത് കളിക്കുക. ഈ ഹൈറാനിയത്ത് ഉണ്ടാവില്ല ഇതിൻ്റേതായ ലദ്ദത്ത് തട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്നോട് ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു, ശരിക്കും തഫ്സീറിൻ്റെ വിഷയത്തിലാണെങ്കിൽ ആ ആധികാരികമായ തഫ്സീറുകളിൽ ഓരോ ആയത്തിനെയും എങ്ങനെ അടുക്കി വെച്ചോ അതിനെ 2, 3, 4 തവണ അതിലൂടെ മേഞ്ഞ് അതിനി ഇളകിപ്പോവാത്തൊരു പരുവത്തിലേക്ക് ആക്കി തീർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമിനെ, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് കലാമുകളെ എല്ലാം തന്നെ അതിൻ്റേതായ സാരങ്ങളിലേക്ക്, അന്തസ്സാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ നടത്തിക്കൊണ്ട് എൻ്റെ സമയം നീണ്ടുപോയി. ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും.